ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും സുപ്രധാനമായ വാർത്തയിലേക്കാണ്. കുവൈറ്റിൽ ഫ്ളാറ്റിന് തീപിടിച്ച് 35 പേർ മരിച്ചു. NBTC കമ്പനിയുടെ ജീവനക്കാർ താമസിക്കുന്ന കെട്ടിടത്തിലാണ് ഇന്ന് വെളുപ്പിനെ 4 മണിക്ക് തീപിടുത്തമുണ്ടായത്. മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയിലാണ് തീപിടുത്തം. NBTC ജീവനക്കാർ താമസിച്ചിരുന്ന ഫ്ളാറ്റിന് തീപിടിച്ചത്. മരിച്ചവരിൽ 2 മലയാളികളുണ്ടെന്നാണ് സൂചന. വിവരങ്ങൾ നൽകാനായി നമുക്കൊപ്പം ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എപ്പോഴായിരുന്നു സംഭവം? രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണോ? തീർച്ചയായും രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കുവൈറ്റിലെ സ്വകാര്യ തൊഴിൽ സ്ഥാപനത്തിന്റെ തൊഴിലാളി ക്യാമ്പിലാണ് തീപിടുത്തം ഉണ്ടായത്. അത് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വിവരം, 2 മലയാളികൾ മരിച്ചവരിൽ 2 മലയാളികൾ ഉണ്ടെന്നുള്ളതാണ്. ഒരു തമിഴ്നാട് സ്വദേശിയും മറ്റൊരാൾ ഉത്തരേന്ത്യൻ സ്വദേശിയുമാണ് മരിച്ചത്. 35 പേർ ആകെ ഇതുവരെ മരിച്ചതായിട്ടാണ് നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം. റോയിറ്റേഴ്സ് ആണ് വാർത്തകൾ പുറത്തുവിടുന്നത്. കുവൈറ്റ് മാധ്യമങ്ങളെ ഉദ്ധരിച്ചാണ് നിലവിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. തീപിടുത്തം ഉണ്ടായത് മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയിലെ ജീവനക്കാർ താമസിച്ച ഫ്ളാറ്റിലാണ്. മാംഗഫിൽ NBTC കമ്പനിയുടെ 4-ാം നമ്പർ ക്യാമ്പിലാണ് തീപിടുത്തം ഉണ്ടായത്. ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് തീപിടുത്തം ഉണ്ടായത്. അപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചെങ്കിലും കൂടുതൽ മരണത്തിലേക്ക് കടന്നത് പുക ശ്വസിച്ചും പൊള്ളലേറ്റും നിരവധി ആളുകൾ ഫ്ളാറ്റിൽ നിന്ന് താഴേക്ക് ചാടുകയുണ്ടായി. ഇതാണ് മരണസംഖ്യ ഉയരാൻ കാരണം. പലരും ജനൽ വഴിയൊക്കെ രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഇത്തരത്തിൽ പരിക്കേറ്റിട്ടും ആ പരിക്ക് ഗുരുതരമായിട്ട് മരണം വർദ്ധിക്കുന്നുണ്ട്. പരിക്കേറ്റവർ നിലവിൽ അദാൻ ജാബിർ ഫർവാനി ആശുപത്രിയിലാണ്. മരണസംഖ്യ സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ലെങ്കിലും 35 പേരിൽ കൂടുതൽ മരിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം. പ്രവാസി മലയാളി വ്യവസായിയുടെ കീഴിലുള്ള സ്ഥാപനത്തിലാണ്. ശ്രീജിത്ത്, അതായത് ഈ ഒരു ഫ്ളാറ്റിൽ എത്ര പേർ കൃത്യമായി ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കണക്കുകൾ ലഭ്യമാണോ? ഒപ്പം തന്നെ ഈ തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ച് എന്തെങ്കിലും വിശദാംശം ലഭ്യമാണോ? ശ്രീജിത്ത്, ഈ ഒരു ഫ്ളാറ്റിനുള്ളിൽ എത്ര പേർ കുടുങ്ങിക്കിടപ്പുണ്ട്, അല്ലെങ്കിൽ ആകെ എത്ര പേരുണ്ടായിരുന്നു, അങ്ങനെയുള്ള വിവരങ്ങൾ ലഭ്യമാണോ? ഒപ്പം തന്നെ തീപിടുത്തത്തിന്റെ കാരണം എന്താ എന്നതിൽ വ്യക്തത വന്നിട്ടുണ്ടോ? ഈ 2 കാര്യത്തിലും ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. എത്ര പേർ ഫ്ളാറ്റിലുണ്ടായിരുന്നു എന്ന് നമുക്ക് ഇതുവരെയും പറയാൻ കഴിയില്ല. കാരണം അത് തൊഴിലാളി ക്യാമ്പാണ്. കൂടുതൽ ആളുകൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ്. കൃത്യമായൊരു കണക്ക് ഇതുവരെ നമുക്ക് പറയാൻ കഴിയില്ല. മാത്രമല്ല, പുലർച്ചെ 4:30 മണിയോടുകൂടിയാണ് തീപിടുത്തം ഉണ്ടായത്. അത് കാരണം ജോലി കഴിഞ്ഞ് മടങ്ങുന്നവരും ജോലിക്ക് പോകാൻ നിൽക്കുന്നവരും ഒക്കെ ഫ്ളാറ്റിൽ ഉള്ളൊരു സാഹചര്യമാണ്. പുലർച്ചെ 4:30 മണി കുവൈറ്റിൽ നമുക്കറിയാം അവിടുത്തെ സമയം. അതുകൊണ്ട് തന്നെ എത്ര പേർ ഒരേ സമയം ഈ അപകട സമയത്ത് ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഇതുവരെയും നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. കുവൈറ്റ് മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ വാർത്തയുമായി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. പിന്നീട് നമുക്ക് കുവൈറ്റിൽ ഫ്ളാറ്റിന് തീപിടിച്ച് 35 പേർ മരിച്ചിരിക്കുന്നു. NBTC കമ്പനിയുടെ ജീവനക്കാർ താമസിച്ചിരുന്ന കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത്. ഒപ്പം തന്നെ മലയാളികളടക്കം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.